ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചേട്ടായുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതായിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാൻ തീരുമാനിച്ച് അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അച്ഛനും മോളും കൂടെ ഭയങ്കര കൊഞ്ചൽ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷമൊക്കെയാണ് ബർത്ത്ഡേ ഒക്കെ ചേട്ടായുടെ ഒക്കെ ആഘോഷിച്ചത്. പിന്നെയൊന്നും നടന്നില്ല. 6 കൊല്ലം കഴിഞ്ഞ് പോയി. ഇപ്പം എന്നാൽ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി അമ്പലത്തിൽ പോവാണ്. അല്ലുവിന് ഭയങ്കര സന്തോഷം, കേക്ക് കിട്ടുമല്ലോ എന്ന്. ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറഞ്ഞിട്ട് ചെമ്പം ചെയ്താൽ പറയത്തില്ല, അവളുടെ ബർത്ത്ഡേ എന്നാ പറയണേ, വലിയ കേക്ക് വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ കേട്ടോ. ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ശിവപാർവതി ക്ഷേത്രമാണ്, ആനിക്കാട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അപ്പം അല്ലുവിന് എപ്പോഴും അവളുടെ കയ്യിൽ ചന്ദനം വേണം. ചന്ദനം പോവില്ല, അവൾ തന്നെ വാങ്ങിക്കുള്ളൂ. ഭയങ്കര വശയാണ്. അങ്ങനെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചേക്കും. എന്നിട്ട് പറഞ്ഞു വീട്ടിൽ ചെന്ന് പോപ്പിക്കും, അച്ചമ്മയ്ക്കൊക്കെ തൊട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് കൈ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ രാവിലെ ചെറിയൊരു പായസം മാത്രമേ ഉള്ളൂ. രാവിലെ ചേട്ടായിക്ക് ജോലിക്ക് പോകുന്ന തിരക്കാണ്. അപ്പോൾ ഡബിൾ ഓട്സിൻ്റെ ഞങ്ങൾ പായസം മിക്സ് വാങ്ങിച്ചു. അടപ്രഥമനാണ് ഇഷ്ടം ചേട്ടായിക്ക്, അപ്പോൾ അട തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ടല്ലോ, എന്നിട്ട് പാലൊഴിച്ച് വെച്ചാൽ മതിയല്ലോ. പായസം റെഡി. അടപ്രഥമൻ കിടന്ന് തിളയ്ക്കുന്ന കണ്ടു. എൻ്റെ ചേട്ടായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാലടപ്രഥമനാണ്. അപ്പോൾ രാവിലത്തെ ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളായിട്ട് പായസം കുടിച്ച് അമ്പലത്തിലും പോയി തീർന്നു. അപ്പം ഇനി വൈകിട്ടാണ് കേക്ക് കട്ടിങ്ങൊക്കെ. അപ്പോൾ വൈകിട്ട് ചേട്ടായി പറഞ്ഞിട്ട് പോയി സ്പെഷ്യലായിട്ട് കേരക്കര വെക്കണം. കേരക്കരയും പിന്നെ നമ്മൾ വാട്ടുകപ്പ പുഴുങ്ങിയതും വേണമെന്ന് പറഞ്ഞു. അതാണ് കണ്ടോ, നല്ല നാടൻ കുടംപുളിയിട്ട് വെച്ച കേരക്കറി. നല്ല മണം വരുന്നുണ്ട്. ഇതാണ് കപ്പ, വാട്ടുകപ്പയും ചെറുപയറും കൂടെ ഇട്ട് പുഴുങ്ങിയത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ ഫുഡ് കുശാൽ. അങ്ങനെ വൈകിട്ട് ഇതാണ്. അപ്പം ഞാൻ നേരത്തെ കഴിച്ചു, എനിക്ക് വിശന്നു. അപ്പോൾ ഇച്ചിരി കപ്പയും മീൻകറിയും കൂട്ടി ഞാൻ കഴിച്ചു. ചേട്ടായി വരാൻ ഒത്തിരി താമസിച്ചു. കുഞ്ഞാണെങ്കിൽ കേക്ക് കട്ടിങ്ങിനിട്ടുള്ള ടേബിളൊക്കെ ശരിയാക്കി എല്ലാം വൃത്തിയാക്കി വെക്കുന്നുണ്ട് കണ്ടോ. ഭയങ്കര ധൃതി പണിയിലാണ്. അങ്ങനെ കേക്ക് വന്നു, ചേട്ടായി വന്നു. ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അല്ലുവാണ് കട്ട് ചെയ്യുന്നത്. അവളുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു വിധത്തിൽ പറഞ്ഞു ഞാൻ, അച്ഛയുടെ ബർത്ത്ഡേയുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. അങ്ങനെ അവൾ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഞങ്ങൾ 3 പേര് സന്തോഷമായിട്ട് ഒരു കേക്കൊക്കെ മുറിച്ച് കഴിച്ച് ചേട്ടായുടെ ബർത്ത്ഡേ അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചു. ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഘോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം തരുന്നത്. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഘോഷിക്കുക, സന്തോഷമായിട്ടിരിക്കുക, കിട്ടുന്ന നിമിഷമൊക്കെ അടിച്ചു പൊളിക്കുക.
അല്ലു ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞങ്ങളുടെ ചേട്ടായിയുടെ ബർത്ത്ഡേ ചെറുതായിട്ട് ഞങ്ങളൊന്ന് ആഘോഷിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വ്ലോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.